വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് അടുക്കുകയാണ്. ഒറ്റയായ രാവുകൾക്ക് ഒരുപാട് പുണ്യങ്ങളുള്ള പ്രത്യേകതയുള്ള ഒരു ദിനം. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികൾ ഈ ഒറ്റയൊറ്റ രാവുകളിലാണ്. നമ്മൾ നിസ്കരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആരാധനകൾക്കും അതിൻ്റെ അൻവാറുകൾ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രതിഫലങ്ങൾ കിട്ടുക. ആ അൻവാറുകൾക്കുള്ള ഡിവൈസുകൾ ഇഖ്ലാസായിട്ട്, നമ്മുടെ ഈമാനായിട്ട്, നമ്മുടെ മറ്റ് വിശുദ്ധികളായിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഡിവൈസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അത്രയും ആരാധനകൾ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുക. കേരളത്തിലെ അറിയപ്പെടുന്ന മുസ്ലിം മതപണ്ഡിതൻ കക്കാട് മുഹമ്മദ് ഫൈസി പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കേട്ടു നോക്ക്. എങ്ങനെയാണ് നമ്മുടെ ആരാധനകൾക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ കിട്ടുക, അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഉസ്താദ് കൃത്യമായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് വളരെ ചിന്താഗർഭമാണ്. എന്താണ്? ഒരു വ്യക്തി നമസ്കരിക്കുന്നു 2 റക്അത്ത്, മറ്റൊരാളും 2 റക്അത്ത് അതേ സമയത്ത് അതേ സ്ഥലത്ത് വെച്ച് നമസ്കരിക്കുന്നു. പക്ഷേ അവർ രണ്ടുപേരും ആ 2 റക്അത്ത് നമസ്കാരത്തിലൂടെ സമാർജിക്കുന്നത് തിരുനബി പറയുകയാണ് മാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അതായത് ഒരാൾ 1 മാർക്ക് നേടുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ 1 കോടി മാർക്ക് നേടുന്നു എന്നർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? അൻവാറുകളെ സമാർജിക്കാൻ ആവശ്യമായ എൻജിൻ, നമ്മുടെ ഡിവൈസ് കപ്പാസിറ്റി എത്രയുണ്ട്? ഈമാൻ, ഖുശൂഅ്, ഖുളൂഅ്, സമർപ്പണം, സിദ്ഖ്, ഇഖ്ലാസ്, തൗഹീദ് പോലുള്ള വ്യത്യസ്തങ്ങളായ അപ്ലിക്കേഷനുകൾ നമ്മുടെ കൽബകത്ത് നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അവർ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അവർ സമാർജിക്കുന്ന അൻവാറുകൾ വളരെ ഉയർന്നതായിരിക്കും. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ നാളെ അള്ളാഹുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, അന്ത്യനാളിൽ അവരുടെ ഏറ്റവും വലിയ സമ്പന്നാവസ്ഥ പ്രകടിപ്പിക്കുന്നത് അവരുടെ ഈ അൻവാറുകളെ കൊണ്ടായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ നൂറ് എന്നത് നമ്മൾ കേവലം ഈ വെളിച്ചം എന്ന അർത്ഥം വെക്കേണ്ടതില്ല. മനാബിറു മിൻ നൂർ, നൂറ് കൊണ്ടുള്ള വലിയ പീഠങ്ങളിൽ അല്ലാഹു തആല അവരെ ആദരിച്ച് കയറ്റിയിരുത്തും. ലൈസൂബി അംബിയ, അവർ അമ്പിയാക്കളൊന്നും ആയിക്കൊള്ളണമെന്നില്ല, മറിച്ച് തിരുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളാണ്. അവരുടെ അൻവാറുകൾ കാണുമ്പോൾ യഗ്ബിതുഹുമുൽ അംബിയാഉ വന്നബി വൽ മുർസലൂൻ, തിരുനബി പറയുകയാണ് അമ്പിയാക്കളായ മുർസലീങ്ങളായ മഹാന്മാർ പോലും അവരോട് അസൂയ കാണിക്കും എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അവർ നേടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദിക്റിലൂടെ ഉയർന്ന് ആധ്യാത്മ സൗഹൃദത്തിലൂടെ വളർന്ന ഒരു വിഭാഗമാണ് അവര്. കുടുംബ ബന്ധമല്ല അവരെ സമന്വയിപ്പിച്ചത്, നാട്ടിലുള്ള ഭൗതിക പരിചയ ബന്ധങ്ങളല്ല അവരെ ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിന്റെ ഹുബ്ബിലുമായി പരിണയം പ്രാപിച്ച വിഭാഗമാണ് അവർ എന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഈ അവസാന 10 ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതനുസരിച്ച് ഓരോ നിമിഷവും സന്തോഷകരമാകുന്ന രീതിയിൽ ആരാധനകൾ മുഴുകി ജീവിക്കാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.